മാളു, ഞാൻ പറയും നീ കേൾക്കണം. നീ അമ്മയെ അച്ഛനെ അനുസരിച്ച് വിനുവിനെ കല്യാണം കഴിക്കണം. അവരെ വെറുപ്പിച്ച് നമുക്ക് ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. അല്ലെങ്കിലും ഞാനൊരിക്കലും നിനക്ക് യോജിച്ചതല്ല. ഞാൻ അനാഥനാണ്. എല്ലാം നിനക്ക് അറിയുന്നല്ലേ. വിനുവിനാണെങ്കിൽ എല്ലാവരും ഉണ്ട്. നിങ്ങൾ തമ്മിലാ ചേരുക. എൻ്റെ പ്രാർത്ഥന എന്നും എന്നും ഉണ്ടാവും. ഒരിക്കലും പറ്റാത്ത സ്നേഹത്തോടെ, സാജൻ. സാജന്റെ ലാസ്റ്റ് മെസ്സേജ് കണ്ട് മാളുവിന്റെ മനസ്സ് വല്ലാതെ നീറി. അമ്മയും അച്ഛനും കണ്ടെത്തിയ ആലോചന, നല്ല തറവാട്, പയ്യന് സർക്കാർ ജോലി, എല്ലാം കൂടി ആയപ്പോൾ വീട്ടുകാർക്ക് എല്ലാവർക്കും അവനെ ഇഷ്ടമായി. മാളു ആലോചിച്ചു. അവൾ ആദ്യമായി സാജനെ കണ്ട ദിവസം. നട റോഡിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് ചോരയിൽ കുളിച്ച ഒരാളെ ആശുപത്രിയിലെത്തിക്കാൻ അദ്ദേഹം കാണിച്ച ആ കരുണ. അവിടെ ഒരുപാട് പേരുണ്ടെങ്കിലും ആരും അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല. അന്ന് സാജൻ ഓടിക്കേറിയത് അവരുടെ കോളേജ് ബസ്സിലേക്കായിരുന്നു. റോഡിൽ വേറെ വണ്ടി ഉണ്ടെങ്കിലും സാജൻ അവരുടെ അടുത്തേക്ക് പോയില്ല. അല്ല, പോയിട്ടും കാര്യമുണ്ടാവില്ല. ചോരയിൽ കുളിച്ച ആ മനുഷ്യനെ ആരും വണ്ടിയിൽ കയറ്റില്ലായിരുന്നു. പിന്നെ അതിന് പിറകെ വരുന്ന വയ്യാവയിലേക്ക് ആലോചിച്ചിട്ടാവും. പിന്നീടാണ് മാളു അതറിഞ്ഞത്. കോളേജ് ബസ്സിലെ സുഖ ഡ്രൈവറിനെ അറിയുന്ന ആളാണ് സാജനെന്ന്. ആരെ ഇവിടെ അപകടത്തിൽപ്പെട്ടാലും സഹായിക്കുന്ന ആളാണ് സാജൻ. പിന്നെ സുഖ വഴിയാണ് മാളു സാജനെ പരിചയപ്പെടുന്നത്. മാളു സാജനോട് ആദ്യമായി സംസാരിക്കുന്നത് നാട്ടിലെ പബ്ലിക് ലൈബ്രറിയിൽ വെച്ചാണ്. സാജൻ എന്നല്ലേ പേര്? അതെ, നിങ്ങളാരാ? ഞാൻ മാളു. സാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെയോ, മാളുവിനെന്നെങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളെ. എവിടെ വെച്ച്? അന്ന് അപകടത്തിൽപ്പെട്ട ആളെ ഞങ്ങളുടെ കോളേജ് ബസ്സിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആ, അപകടത്തിൽപ്പെട്ട ആളെ പരിചയമുണ്ടോ? അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കുന്നത് അയാളെ മുൻപരിചയമുണ്ടോ നോക്കിയാണോ? അതല്ല. അതാണ് മാളു. ഈ ലോകത്തെ എല്ലാവർക്കും അവരവരുടെ ജീവൻ വലുതാണ്. അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ് മാളു. അവിടെ ഞാനും കണ്ടു കുറേ ആളുകൾ. എല്ലാവരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും സ്റ്റാറ്റസ് വെക്കുന്ന തിരക്കിലായിരുന്നു. ആ പാവം നടുറോട്ടിൽ ജീവന് വേണ്ടി മല്ലടിക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കാൻ മനസ്സാക്ഷി ഇല്ലാത്തവനല്ല മാളു ഞാൻ. അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്ന ഇയാളുടെ ഒരു ഹോബിയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? അതൊരു ഹോബിയല്ല മാളു. അത് ഏതൊരു മനുഷ്യനെയും കടമയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രക്ഷിച്ചവർ പിന്നെ വന്ന് നന്ദി പറയാറുണ്ടോ? ആരുടെയും നന്ദി പ്രതീക്ഷിച്ചോ അവർ തരുന്ന പണം മോഹിച്ചോ അല്ല ഞാനിതൊക്കെ ചെയ്യുന്നു. പിന്നെ താൻ ചോദിച്ച സ്ഥിതിക്ക് പറയാം. ചിലരൊക്കെ ഹോസ്പിറ്റൽ റെക്കോർഡ് പരിശോധിച്ച് എന്നെ അന്വേഷിച്ച് വരും. ഒരുപാട് നന്ദിയും കടപ്പാടുണ്ടെന്ന് പറയും. ചിലരൊക്കെ പൈസയും തരും. ഒരു രൂപ പോലും ഞാൻ ആരുടെ അടുത്തുനിന്ന് പോലും ഇതുവരെ വാങ്ങിയിട്ടില്ല. ചിലരൊക്കെ എന്തെങ്കിലും സമ്മാനം നൽകും. സമ്മാനം ആരെന്നാലും ഞാൻ സ്വീകരിക്കും. അതെൻ്റെ അമ്മ പഠിപ്പിച്ച ശീലമാണ്. ആരെന്ത് സമ്മാനവും സന്തോഷത്തോടെ തരുമ്പോൾ മോനത് വാങ്ങണിട്ടോ എന്ന്. അമ്മയുടെ ആ ഉപദേശം ഞാൻ ഇന്നും ശീലിക്കുന്നു. ചിലരായിട്ട് വന്ന് ചീത്ത പറയും, മനുഷ്യനെ ചാവാനും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ്. പക്ഷേ അവരോടൊക്കെ ഞാൻ ഒന്ന് മാത്രം പറയും, നിങ്ങൾ ഒരിക്കലെങ്കിലും മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗത്തിലൊന്ന് പോകണം. അവിടെ ജീവന് വേണ്ടി ദാഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. കരഞ്ഞിറങ്ങിയ ഒരുപാട് മുഖങ്ങൾ കാണും. പ്രതീക്ഷ ഒട്ടുമില്ലെങ്കിലും പലരുടെയും ബന്ധുക്കൾ അവിടെ എങ്ങനടിച്ച് കരയുന്നുണ്ടാവും. ആരാധനാലയങ്ങളിൽ പോലും കണ്ടുവരാത്ത ദൈവവിശ്വാസം എല്ലാവരിലും ഒരുപോലെ ജനിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ആശുപത്രികൾ മാത്രമായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കണം. അപ്പോൾ ചിലരുടെ മനസ്സ് ശാന്തമാവും. സാജന എന്നും ഇവിടെ വരുമോ? പിന്നെ എന്ന് വരും. വായന എനിക്കിഷ്ടമാണ്. ഈ അക്ഷരങ്ങളാ മാളു എൻ്റെ ലോകം. അത് പറയുമ്പോൾ സാജന്റെ മുഖം വല്ലാതെ വാടിയിരുന്നു. എന്താ, എന്തു പറ്റി പെട്ടെന്ന് മുഖം വാടിയത്? ഏയ് ഒന്നുമില്ല. എന്നാലും എന്തോ ഉണ്ട്. എന്നോട് പറയില്ല അല്ലേ? പിന്നെ പറയാം. ആദ്യം കാണുമ്പോൾ തന്നെ എല്ലാം പറഞ്ഞാലേ പിന്നെ കാണുമ്പോൾ ആ കൗതുകം ഉണ്ടാവില്ല. അപ്പം ശരി മാഷെ, നാളെ കാണാം. പിന്നെ മാളു അവിടുത്തെ സ്ഥിരം സന്ദർശകയായി. അവൾക്ക് പുസ്തകത്തോടുള്ള താല്പര്യം കൊണ്ടല്ല, സാജനെ കാണാനുള്ള കൊതി കൊണ്ടായിരുന്നു. പതിയെ പതിയെ ആ രണ്ട് ഹൃദയങ്ങളിലും പ്രണയത്തിന്റെ വേരുകൾ മുളച്ചു തുടങ്ങി. മാളു ഇപ്പോൾ അക്ഷരങ്ങളെയും പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരിക്കൽ മാളു ചോദിച്ചു, അന്ന് പിന്നെ പറയാന്ന് പറഞ്ഞ കാര്യമില്ലേ? പിന്നെ പറഞ്ഞതേ ഇല്ല. ഇന്ന് എന്തായാലും എനിക്കത് കേൾക്കണം പ്ലീസ്. മോളെ, അതെനിക്കൊന്ന് വേദന സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നീ ഇത് അറിയണമെന്ന് വാശി പിടിച്ചാൽ പിന്നെ പറയാതെ പറ്റില്ലല്ലോ. സാജനൊന്ന് ഇടിവുറിപ്പെട്ടു. എന്നിട്ട് പതിയെ പറഞ്ഞു തുടങ്ങി. എൻ്റെ ജീവിതം സ്വർഗതുല്യമായിരുന്നു. അമ്മയും അച്ഛനും ഞാനും പിന്നെ എൻ്റെ ഒരുപാട് കൂട്ടുകാരൊക്കെയുള്ള ഞങ്ങളുടെ ആ കൊച്ചു ഗ്രാമം. ഞങ്ങളൊരു 20 വീടുകൾ മാത്രം. ചുറ്റും വിശാലമായ പാടം, പിന്നെ ചെറിയ കുറ്റിക്കാടുകളും. കുന്നിൽ നിന്ന് നീര് പറ്റാത്ത അരുവി അങ്ങനെ താളത്തിലൊഴുകും. അതൊക്കെ കാണാൻ തന്നെ ഒരു വല്ലാത്ത ഭംഗിയായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ അച്ഛനൊഴികെ എല്ലാവരും കൃഷിക്കാരായിരുന്നു. ഞങ്ങളുടെ വീട് മാത്രമായിരുന്നു വലുത്. 2 നിലയുള്ള പണ്ടത്തെ കൊട്ടാരം പോലെയുള്ള 4 കെട്ടുള്ള വീട്. അച്ഛൻ ഞാൻ ഉണരുന്നതിന് മുമ്പ് പട്ടണത്തിലെ ബാങ്കിലേക്ക് ജോലിക്ക് പോകും. പിന്നെ ഞാൻ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാണ് വരിക. നേരം പുലർന്ന അമ്മ തരും. അച്ഛൻ കൊണ്ടുവന്ന ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളും എല്ലാം കൂടി ഞാനും എൻ്റെ കൂട്ടുകാരൻ തിന്നുകയും കളിക്കുകയും ചെയ്യും. നേരം വെളുത്ത എല്ലാവരും എൻ്റെ വീട്ടിൽ വരും. പിന്നെ കളിയും ചിരിയെല്ലാം കൂടിയാവും. പിന്നെ സ്കൂളിൽ പോകും. തിരിച്ചു വരുന്ന എല്ലാവരും എൻ്റെ വീട്ടിലേക്കാവും. അവിടെ അമ്മ ചായയും നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കും.
അച്ഛനും അമ്മയ്ക്കും അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അമ്മയും അച്ഛനും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് സ്വന്തക്കാരും കുടുംബക്കാരൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. എല്ലാം ഞങ്ങളുടെ ആ ഗ്രാമത്തിലുള്ളവരായിരുന്നു. കൂട്ടത്തിൽ പഠിക്കാൻ ഞാനായിരുന്നു മിടുക്കൻ. എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, നിന്റെ അമ്മയുടെ ബുദ്ധിയാണ് എനിക്ക് കിട്ടിയതെന്ന്. ഒരിക്കലും സ്കൂളിൽ നിന്നും കഥാരചനയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. അമ്മയ്ക്കും അച്ഛനോടൊപ്പം എൻ്റെ ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു എന്ന്. പിന്നെ സ്കൂൾ തല സംസ്ഥാന കഥാരചനയ്ക്ക് എന്നെ വിളിച്ചു. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു പരിപാടി. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട് തിരുവനന്തപുരത്തേക്ക്. അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം മടങ്ങാൻ കഴിയും. ഞാനിതൊരു വീട്ടിൽ നിന്നും മാറി നിന്നിട്ടില്ലായിരുന്നു. എൻ്റെ കൂടെ അച്ഛനും പോരാൻ നിന്നായിരുന്നു. പക്ഷേ 2 ദിവസം അച്ഛൻ ലീവ് കിട്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മനസ്സിലോട് അച്ഛനോട് അമ്മയോടൊക്കെ യാത്ര പറഞ്ഞു പോയി. അന്ന് മഴയ്ക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു. നിലക്കാതെ പെയ്യുകയായിരുന്നു. ഞങ്ങളുടെ പുഴയ്ക്ക് മീതെയുള്ള പാലത്തിൻ്റെ അടുത്ത് വരെ വെള്ളം എത്തിയിരുന്നു. എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി. ആദ്യമായിട്ടായിരുന്നു ഞാൻ പുഴയിൽ അത്രയും വെള്ളം കാണുന്നത്. സ്കൂളിൽ നിന്നൊരു മാഷിൻ്റെ കൂടെയായിരുന്നു യാത്ര തിരിച്ച്. പോരുമ്പോൾ മാഷ് സ്കൂളിൽ വെച്ച് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് കിട്ടിയെന്നൊക്കെ. പക്ഷേ മാഷിൻ്റെ മുഖം പെട്ടെന്ന് വാടി. മാഷ് പിന്നെ എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. മാഷി കരഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകളും നിറഞ്ഞു. തിരിച്ച് ബസ്സിൽ പോരുമ്പോഴും മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു തോന്നല്, ഞാൻ പോരുമ്പോൾ പുഴയ്ക്ക് വല്ലാത്ത ഒഴുക്കും നല്ല വെള്ളമുണ്ടായിരുന്നു. ഇനി എൻ്റെ ഗ്രാമത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ? മാഷിനോട് ചോദിക്കാനും വയ്യ. ഇനി എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ മനസ്സിൽ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. എൻ്റെ നാട് എന്നേക്കുമായിട്ട് നശിച്ചു. ഉരുളുപൊട്ടിയതാണെന്ന് ആരോ പറയുന്നത് കേട്ടു. എൻ്റെ അച്ഛനെയും അമ്മയൊന്ന് കാണാൻ വേണ്ടി ഞാൻ ആർത്ത് കരഞ്ഞു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലെല്ലാവരും എന്നേക്കുമായി പോയി. ഞങ്ങളോട് ചിരിച്ചു കാട്ടിയിരുന്ന ആ കുന്നിൻ്റെ ഒരു വലിയ ഭാഗം പൊട്ടി ഞങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാവരെയും കൊണ്ടുപോയി. ഞാൻ ആർത്ത് കരഞ്ഞു. പക്ഷേ വിധിക്ക് മുന്നിൽ ഞാൻ തോറ്റു. എല്ലാവരുടെയും മരണത്തിന് മൂകസാക്ഷിയായി ഞാൻ മാത്രം. പിന്നെ ഞാൻ വളർന്ന ഒരു അനാഥ മന്ദിരത്തിലായിരുന്നു. പിന്നെ എൻ്റെ ലോകം അക്ഷരങ്ങൾക്കിടയിൽ മാത്രമായി. ഒരുപാട് പഠിച്ച് നല്ലൊരു ജോലിയും കിട്ടി. പക്ഷേ എൻ്റെ ഉള്ളം നീറുകയായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും പിന്നെ എൻ്റെ കൂട്ടുകാരും എല്ലാവരും എന്നെ തനിച്ചാക്കി പോയ ആ തീരാ നഷ്ടം. പക്ഷേ ആ നല്ല കാലത്തിൻ്റെ ഓർമ്മകളിലൂടെ ഞാനിന്നും ജീവിക്കുന്നു. അതിനിടയിൽ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും പ്രകാശമായി വന്ന് താൻ മാത്രമായിരുന്നു. എല്ലാം പറഞ്ഞ് സാജൻ തൻ്റെ കണ്ണുകൾ തുടച്ചു. മാളുവിൻ്റെ കണ്ണിലും ജലരേഖകൾ തളം കെട്ടി നിന്നു. ബീച്ചിലെ കുളിർക്കാറ്റിൽ സാജൻ്റെ അടുത്തിരുന്ന് വിശാലമായ കടൽ തീരം കാണുമ്പോൾ മാളുവിന് തോന്നി ഈ സന്ധ്യ ഒരിക്കലും അസ്തമിക്കരുതേ എന്ന്. സാജൻ പറഞ്ഞു, മാളുവിന് വീട്ടിൽ പോയിക്കോളൂ, അച്ഛൻ അന്വേഷിക്കൂലേ? അവൾ മനസ്സോടെ അവിടെ നിന്ന് പോയി. വീട്ടിലെത്തിയപ്പോഴാണ് അമ്മ അവളോട് വിനുവുമായിട്ടുള്ള കല്യാണക്കാര്യം പറഞ്ഞത്. മാളുവിൻ്റെ മനസ്സിലൊരു ഇടുത്തി പോലെയാണ് അമ്മയുടെ ആ വാക്കുകൾ പതിച്ചത്. അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട. നിന്റെ അച്ഛൻ്റെ സ്വഭാവം അറിയില്ലേ മാളു? അച്ഛനെല്ലാം തീരുമാനിച്ചതാ. മാളുവിനന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് മുഴുവൻ സാജനായിരുന്നു. രാവിലെ മാളു വേഗം ലൈബ്രറിയിൽ പോയി. സാജൻ അവിടെ ഉണ്ടായിരുന്നു. പതിവില്ലാതെ രാവിലെ മാളുവിനെ കണ്ടപ്പോൾ സാജൻ എന്തോ പന്തിയേട് തോന്നി. മാളു, നീ എന്താ രാവിലെ? അത് ഞാൻ... മാളുവിൻ്റെ മുഖം മാറി. അവൾ അറിയാതെ സാജന്റെ മാറിലേക്ക് വീണു. സാജൻ മാളുവിനെ തന്റെ മാറിൽ നിന്നുമെല്ലാം എടുത്തു മാറ്റി. മാളു, എന്താ ഇത്? ഇതൊരു പബ്ലിക് ലൈബ്രറിയാ? അവൾ കരഞ്ഞോണ്ട് പറഞ്ഞു, എനിക്ക് നീയില്ലാതെ പറ്റില്ല. എൻ്റെ അച്ഛൻ എനിക്ക് കല്യാണം ആലോചിച്ചു. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. മോളെ മാളു, ഞാൻ വൈകുന്നേരം വിളിക്കാം. അതും പറഞ്ഞ സാജൻ പോയതാണ്. മാളുവിന് സാജന്റെ വിളിക്ക് പകരം ആ മെസ്സേജാണ് കിട്ടിയത്. മാളു അപ്പോൾ തന്നെ സാജനെ വിളിച്ചു. സ്വിച്ച് ഓഫ് ആയിരുന്നു. മാളുവിൻ്റെ മനസ്സ് വല്ലാതെ നേറി. അവൾക്ക് സാജനില്ലാത്തൊരു ജീവിതം ഓർക്കാൻ കൂടി വയ്യായിരുന്നു. രാവിലെ അവൾ ലൈബ്രറിയിൽ പോയി. സാജൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ വേഗം സാജന്റെ വീട്ടിൽ പോയി. അവിടെയുമില്ല. പിന്നെ സാജൻ എവിടെ? മാളുവിന് തൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനായില്ല. അവൾ വേഗം സാജന്റെ വീടിനടുത്തുള്ള ബീച്ചിൽ പോയി. അവൾ അവിടെ എത്തിയപ്പോൾ വിനുവും സാജനും സംസാരിക്കുന്നു. അവൾ വരുന്നതുകൊണ്ട് വിനു പറഞ്ഞു, മാളു വരൂ, അല്പം സംസാരിക്കാനുണ്ട്. ഞാൻ മാളുവിനെ കാണാൻ വരികയായിരുന്നു. മോഹമായൊരു നിമിഷം മരുന്നിന്നു. ഞാനിന്ന് ജീവനോടെയുള്ളത് ഈ നല്ല മനുഷ്യൻ്റെ കാരണം കൊണ്ട് മാത്രമാണ്. അന്ന് നടുറോട്ടിൽ കിടന്ന് ജീവന് വേണ്ടി പിടയുമ്പോൾ എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് ഇദ്ദേഹമായിരുന്നു മാളു. ഞാൻ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ബുക്ക് പരിശോധിച്ചപ്പോഴാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് സാജനാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് മാളുവിൻ്റെയും സാജൻ്റെയും കാര്യം എന്നോട് പറഞ്ഞ് ഞാൻ സാജൻ്റെ പേര് ഒന്നുകൂടി ഓർത്തു വെച്ച്. ഈ സാജൻ്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല മാളു. അദ്ദേഹം ജീവന തുല്യം സ്നേഹിക്കുന്ന നിന്നെ സ്വന്തമാക്കിയ ഈ ലോകം എനിക്ക് ഒരിക്കലും മാപ്പ് തരില്ല. ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് മാളു. എനിക്കെല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും പെങ്ങളും അനിയനും, അങ്ങനെ എല്ലാവരും. ആരുമില്ലാത്തവരുടെ എല്ലാവുമ്പോഴാണ് മാളു
ജീവിതം ജീവിതമാവുന്നത്. മാളവിന്നെല്ലാവരും അമ്പരപ്പോടെയായിരുന്നു കേട്ടുന്നത്. പേടിക്കേണ്ട പാടും, നിന്റെ അച്ഛനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും. ഇത് വിനുവിൻ്റെ വാക്കാ. വിനു രണ്ടുപേരോട് യാത്ര പറഞ്ഞു പോയി. പിന്നെ അവൾ സാജന്റെ കണ്ണുകളിലേക്ക് നോക്കി. പതിയെ സാജന്റെ മാറിലേക്ക് വീണു. അതുവരെ വിരുമ്പിയുന്ന അവളുടെ നയനങ്ങളിൽ നിന്നും പേമാരി കണക്കെ ജലപ്രവാഹമായിരുന്നു. പിന്നെ സാജന്റെ കൈകൾ അവളെ മെല്ലെ തലോടി. ആ പൊൻപുലരിയിലെ ആ തണുത്ത ഇളം കാറ്റ് ആ രണ്ട് ഹൃദയങ്ങളെയും തലോടി.